ഞാനൊരു സിമ്പിൾ കാര്യം പറയട്ടെ. സോഷ്യൽ സ്കിൽസ് എന്നത് ജനിച്ചപ്പോൾ കിട്ടുന്ന ടാലൻ്റ് അല്ല. അത് നമ്മൾ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലാണ്. നിങ്ങൾ ഷൈ ആണോ, സോഷ്യലി ഓക്വേർഡ് ആണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പലരും പറയും, അവൻ നാച്ചുറലാണ്, എനിക്കങ്ങനെ പറ്റില്ല. ബട്ട് റിയൽ ട്രൂത്ത് എന്താണ്? സോഷ്യൽ സ്കിൽസ് ഒരു മസിൽ പോലെയാണ്. പ്രാക്ടീസ് ചെയ്താൽ അത് ഇംപ്രൂവ് ചെയ്യും. ഒരു സമയമുണ്ടായിരുന്നു, ഹൈ പറയാൻ പോലും ഓവർ തിങ്കിങ്, ഐ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യൽ, സൈലൻ്റായി നിൽക്കൽ. പക്ഷേ ചേഞ്ച് വന്നത് ബിഗ് സ്റ്റെപ്സ് കൊണ്ടല്ല, സ്മോൾ കൺസിസ്റ്റൻ്റ് ആക്ഷൻസ് കൊണ്ടാണ്. നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആവാൻ വേണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പ്രഷറില്ലാതെ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ കോൺടാക്റ്റ്. ഒന്നും പറയണ്ട, ജസ്റ്റ് 2 മുതൽ 3 വരെ സെക്കൻഡ്സ് നോക്കൂ. ഇത് തന്നെ ഇനിഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്യും, കോൺഫിഡൻസ് സ്ലോലി ബിൽഡ് ചെയ്യും. നെക്സ്റ്റ്, ഒരു ജെനുവിൻ സ്മൈൽ, ഫോഴ്സ്ഡ് അല്ല, നാച്ചുറലായി ചിരിക്കുക. മോസ്റ്റ് കേസസിൽ അവർ ബാക്ക് സ്മൈൽ ചെയ്യും, അവിടെ തന്നെ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. റിമെമ്പർ, നിങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ബോഡി ഓൾറെഡി സംസാരിക്കുന്നു. സ്ട്രെയിറ്റ് പോസ്ചർ, റിലാക്സ്ഡ് ഷോൾഡേഴ്സ്, കാം ബ്രീതിങ്. ഇതുതന്നെ സൈലൻ്റായി കോൺഫിഡൻസ് കാണിക്കും. ഇപ്പോൾ മെയിൻ പാർട്ട്, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്യരുത്, സിമ്പിളായി പറയൂ. ജിം റെഗുലർ ആണോ? എവിടെ വർക്ക് ചെയ്യുന്നു? പെർഫെക്റ്റ് വേർഡ്സ് വേണ്ട, നാച്ചുറൽ ആയാൽ മതി. ഒരു അണ്ടർറേറ്റഡ് ട്രിക്ക്, പേര് ഓർക്കുക. അവരുടെ നെയിം യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഇൻസ്റ്റൻ്റായി കണക്ഷൻ ഫീൽ ചെയ്യും. സിമ്പിൾ ബട്ട് പവർഫുൾ. ലാസ്റ്റ്, ലിസൺ ചെയ്യുക. ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്, ഓവർ ടോക്ക് ചെയ്യരുത്. അവർ പറയുന്നത് ജെന്യുവനായി കേൾക്കുക. പീപ്പിൾ റിമെമ്പർ ഹൗ യു മേഡ് ദം ഫീൽ. റിയൽ പ്രോബ്ലം പുറത്തല്ല, ഉള്ളിലാണ്. ഫിയർ, ഓവർ തിങ്കിങ്, സെൽഫ് ഡൗട്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ ഇവയെല്ലാം സ്ലോലി ഫേഡ് ചെയ്യും. പെർഫെക്റ്റ് ആവാൻ വേണ്ട, ലക്ക് വേണ്ട. ജസ്റ്റ് സ്മോൾ സ്റ്റെപ്സ്, ഡെയിലി കൺസിസ്റ്റൻസി. ഒരു ഐ കോൺടാക്റ്റ്, ഒരു സ്മൈൽ, ഒരു സ്മോൾ കോൺവെർസേഷൻ. സോഷ്യൽ സ്കിൽസ് ഒരു ടാലൻ്റ് അല്ല, അത് ഒരു വെപ്പനാണ്. അത് മാസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലായിരിക്കും.